നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നതാണ്. അദ്ദേഹം മറ്റേത് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും, അത് SDPI ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും മറ്റേത് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സ്വന്തം പാർട്ടിക്കാർ വരുമായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതിയില്ല. കിണറ്റിൽ വീണവൻ്റെ പുറത്തേക്ക് മണ്ണ് വാരിയിട്ട് അത് മൂടുന്ന രീതിയാണ് കോൺഗ്രസ്സുകാർക്കുള്ളത്. വാസ്തവത്തിൽ രാഹുൽ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് വന്നു പെട്ടതുപോലും കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകർ, സഹനേതാക്കൾ മണ്ണുവാരിയിട്ട് മൂടാൻ ശ്രമിച്ചതുകൊണ്ടുകൂടിയാണ്. രാഹുലിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് സമ്മതിക്കുമ്പോഴും രാഹുൽ ആരെയും പീഡിപ്പിക്കാൻ പോയിട്ടില്ല. രാഹുലിനോട് താല്പര്യമുള്ളവരോട് രാഹുൽ ബന്ധം സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങാത്തത് എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മറ്റ് പാർട്ടികൾ അങ്ങനെയല്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യമെടുക്കുക. അദ്ദേഹത്തിനെതിരെ ഐസ്ക്രീം പാർലർ കേസിലുണ്ടായത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. നിയമസഭാ അന്വേഷണ സമിതി റിപ്പോർട്ട് പറഞ്ഞത് ഒരേ സമയം 2 സ്ത്രീകൾ വേണമായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കെന്ന. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഗണേഷ് കുമാറിൻ്റെയും മുകേഷിൻ്റെയും മാത്രമല്ല, CPMൻ്റെ നേതാക്കളുടെയൊക്കെ അവസ്ഥ അതുതന്നെയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാർട്ടിക്കാർ അവസരം കാത്തിരുന്നതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് കുഴിയിൽ വീണ് കൈകാലിട്ടടിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പ മോഷണം അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ട് CPM വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ രാഹുലിനെ എടുത്തിട്ട് അലക്കുന്നത്. അതിൻ്റെ മൈലേജ് ലഭിക്കുമെന്ന് തന്നെയാണ് CPMൻ്റെയും LDFൻ്റെയും കണക്കുകൂട്ടൽ. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പിണറായിയെ കണ്ടു പഠിക്കേണ്ടതുണ്ട്. പിണറായി ഇനി ധീരനായി വീരനായി ചാനലുകൾക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഈ ആഴ്ച. അതേസമയം കുറച്ച് കോൺഗ്രസ്സുകാർക്കെങ്കിലും പതിയെ ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MM ഹസനും അടൂർ പ്രകാശും ഒക്കെ ഇന്ന് പ്രതികരിച്ചപ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പാർട്ടി എടുക്കാവുന്ന നടപടിയൊക്കെ എടുത്തു കഴിഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം അഭ്യാസങ്ങൾ CPM നടത്തും തുടങ്ങിയ വാദങ്ങളുമായി രംഗത്ത് വന്നത്. അവർക്കറിയാം കോൺഗ്രസ് നേതാക്കളുടെ വായിൽ നിന്നും ഈ എരിതീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന വാക്കുകൾ കിട്ടിയാൽ അത് CPM മുതലാക്കുമെന്നും വരും ദിവസങ്ങളിൽ ഇത് ചൂട് പിടിപ്പിച്ചു നിർത്തുമെന്നും. വാസ്തവത്തിൽ കോൺഗ്രസ് നേതാക്കൾ വളരെ ലളിതമായി ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാനില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ നടപടിയെടുത്തതാണ്, രാഹുൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല, രാഹുലിൻ്റെ MLA സ്ഥാനം തെറിപ്പിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, പക്ഷേ രാഹുൽ തൽക്കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നില്ല, രാഹുലിനെതിരെ കേസുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ ഇനി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് ഉചിതമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ ചാനലുകൾ കിള്ളിക്കിള്ളി ചോദിക്കുന്നത് അവരുടെ വാർപ്പിനനുസരിച്ച് തലയുണ്ടാക്കാൻ വേണ്ടിയാണ്. ആ കെണിയിൽ വീഴാതെ രക്ഷപ്പെടാൻ ഇന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡ് MP അദ്ദേഹം ആ കെണിയിൽ വീഴുക മാത്രമല്ല, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ പിണറായിക്ക് സഹായകരമായ നിലയിൽ നിലപാടെടുക്കുകയും ചെയ്തു. നാറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും എന്നൊക്കെയുള്ള ക്ലീഷ ഡയലോഗുമായാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ രംഗപ്രവേശം. ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവരെയൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ PR സംഘം ആക്രമിച്ചു. എല്ലാവരും ഭയന്ന് പലതും ഒളിച്ചു വെച്ചു. ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. സ്വന്തമായൊരു നിലപാടില്ലാത്ത നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നെല്ലാവർക്കും അറിയാം. ചാനൽ ചർച്ചകളിലൂടെ മാത്രം സമയം ചെലവഴിച്ചിരുന്ന, ഒരു പദവിയിലും ഒരിടത്തും എത്താതെ വിഷമിച്ചിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മഹാഭാഗ്യം കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കരുണയാൽ ആർക്കും വേണ്ടാത്ത കാസർഗോഡ് MP സ്ഥാനാർത്ഥിയായി വന്നതാണ്. പക്ഷേ കാറ്റ് അങ്ങ് വല്ലാതെ അങ്ങ് മാറി വീശി. അങ്ങനെ 2019 മുതൽ ഉണ്ണിത്താൻ അവിടെ MP ആയിരിക്കുന്നു. തൻ്റെ സന്തത സഹചാരിയാൽ കുറി പോലും മായിച്ചിട്ടാണ് പുതിയ രാഷ്ട്രീയവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡേക്ക് പോകുന്നത്. കാസർഗോഡ് ചെന്നതിന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രാഷ്ട്രീയ നിലപാടെല്ലാം അവിടുത്തെ ഭൂമിശാസ്ത്രത്തിനും ജീവശാസ്ത്രത്തിനുമൊക്കെ ചേരുന്ന തരത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആഞ്ഞടിക്കുമ്പോൾ റിപ്പോർട്ടർ ചാനലിലും ന്യൂസ് മലയാളത്തിലുമൊക്കെ ഹെഡ്ലൈൻ വരും എന്നതിനപ്പുറത്തേക്ക് സാധാരണ കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയാൻ ഉണ്ണിത്താന് കഴിയുന്നില്ല. തൻ്റെ പഴയ ചരിത്രം മറന്നുകൊണ്ടാണ് ഉണ്ണിത്താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. 16 വർഷം മുമ്പ് 2009 ഉണ്ണിത്താനെ മലപ്പുറം ജില്ലയിൽ വെച്ച് ഒരു ദുരൂഹ സാഹചര്യത്തിൽ നാട്ടുകാർ പിടികൂടിയത് ഉണ്ണിത്താൻ മറന്നു കാണില്ല. അന്ന് ഇന്നത്തെ പോലല്ല, അനാശാസ്യം ഒരു കുറ്റകൃത്യമാണ്. ഇന്ന് അനാശാസ്യം എന്ന കുറ്റകൃത്യമില്ല. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും
എവിടെ ഒരുമിച്ച് താമസിച്ചാലും പരസ്പര സമ്മതത്തോടെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് കുറ്റകൃത്യമല്ല. എന്നാൽ 16 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു കൊല്ലംകാരിയായ ഒരു സഹപ്രവർത്തകയോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ നിന്നും പാതിരാത്രിയിൽ നാട്ടുകാർ പിടിച്ചപ്പോൾ അത് വാർത്തയായത്. ഇന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ മഞ്ചേരി പോലീസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിരവധി പഴയ ലിങ്കുകൾ കിട്ടും. തലയിൽ കൈയും വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആ പഴയ ചിത്രം അതിന്നും ലഭ്യമാണ്. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ ആവേശം കൊള്ളിക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ ഇന്നും പഴയ ആ വീഡിയോ കിടപ്പുണ്ട്. അന്ന് വന്ന ഒരു വാർത്ത എങ്ങനെയാണ്? കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അനാശാസ്യത്തിന് പോലീസ് കേസെടുത്തു. മലപ്പുറം മഞ്ചേരിയിലെ വാടക വീട്ടിൽ സീരിയൽ നടിക്കൊപ്പം ഞായറാഴ്ച രാത്രി 10:30 രാജ്മോഹൻ പോലീസ് പിടിയിലായത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഉണ്ണിത്താനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. മഞ്ചേരി 22-ാം മൈലിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി 10:30 രാജ്മോഹൻ ഉണ്ണിത്താനെയും കൊല്ലം സ്വദേശിനിയായ യുവതിയെയും നാട്ടുകാർ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. തുടർന്ന് മഞ്ചേരി SI IV ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ഇരുവരെയും സ്റ്റേഷനിലെത്തിച്ചു. പ്രതികൾക്കെതിരെ എത്രയും വേഗം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രാത്രിയിൽ സ്റ്റേഷന് മുമ്പിൽ മുദ്രാവാക്യം മുഴക്കി. രാത്രി സ്റ്റേഷനിൽ പാർപ്പിച്ച ഇരുവരെയും മഞ്ചേരി ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷമാണ് അനാശാസ്യത്തിന് കേസെടുത്തത്. വീട് വാടകയ്ക്കെടുത്ത് മഞ്ചേരി സ്വദേശി അഷ്റഫിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. വീട്ടിൽ അനാശാസം നടക്കുന്നുവെന്ന സംശയത്തെ തുടർന്ന് നാട്ടുകാർ പരിശോധന നടത്തിയത്. ഈ വീട്ടിൽ സ്ഥിരമായി അനാശാസ പ്രവർത്തനം നടക്കാറുണ്ടെന്നും ഇവർ മുമ്പും വീട്ടിൽ വന്നിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത്തരം ഒരുപാട് വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഇന്ന് അനാശാസം കുറ്റകൃത്യമല്ലെങ്കിലും അന്ന് അത് കുറ്റകൃത്യമായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണിത്താൻ തലയ്ക്ക് കൈയും കൊടുത്ത് നെടുവീർപ്പിട്ടിരുന്നത്. ഇത്തരമൊരു ഭൂതകാലം തനിക്കുണ്ട് എന്ന് മറന്നുകൊണ്ടാണ് പരസ്പര സമ്മതത്തോടെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാക്കിയ ബന്ധത്തിൻ്റെ പേരിൽ നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനെ നാറും എന്നൊക്കെ പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഗീർവാണം അടിക്കുന്നത്. ഇത്തരം ഗീർവാണം അടിക്കാർ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശാപവും.